നമസ്കാരം. ആര്യ രാജേന്ദ്രൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്ന് കൊട്ടിഘോഷിച്ച CPM കൊണ്ടുവന്നതാണ് ആര്യ രാജേന്ദ്രനെ. അതിൻ്റെ ഭവിഷ്യത്ത് പാർട്ടി അനുഭവിക്കുകയും ചെയ്തു. മേയറായിരിക്കുന്ന സമയത്ത് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു ആര്യ രാജേന്ദ്രൻ. പതിറ്റാണ്ടുകളായി CPM ഭരിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം സന്തോഷപൂർവ്വം ആര്യ രാജേന്ദ്രൻ BJPയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് നഗരസഭയുടെ പടിയിറങ്ങിപ്പോയത്. ആര്യ രാജേന്ദ്രനെ വീണ്ടും പാർട്ടിയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനാണ് പാർട്ടിയുടെ തീരുമാനം. നല്ലത്. കാരണം DYFIയെ നയിക്കാൻ ഇതുപോലുള്ളവർ വേണം. എന്തെന്നാൽ കമ്മ്യൂണിസം കുറച്ചുകൂടി തകരാനുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ വലിയൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് വഹിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ആ കാലഘട്ടത്തിൽ ഭരണപരമായ തീരുമാനങ്ങൾ മുതൽ നിയമനങ്ങൾ വരെയുള്ള പല വിഷയങ്ങളിലും കടുത്ത വിമർശനമാണ് ആര്യക്കെതിരെ ഉണ്ടായത്. നഗരസഭയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പോലും പരാതികൾ എത്തിയിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയ സംഭവമായിരുന്നു KSRTC ബസ് വിവാദം. 2024 ഏപ്രിൽ 27-ന് തിരുവനന്തപുരം പാളയത്ത് കാർ കുറുകയിട്ട് KSRTC ബസ് തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി മുൻ MLAയുമായ KM സച്ചിൻ ദേവും ഉൾപ്പെട്ടിരുന്നു. ആദ്യം ഡ്രൈവർക്കെതിരെ കേസെടുത്തെങ്കിലും പിന്നീട് കോടതി ഇടപെട്ടതിനെ തുടർന്ന് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ഇവിടെ രാഷ്ട്രീയമായി പ്രസക്തമായ ചോദ്യം ഇതാണ്: ഒരു സാധാരണക്കാരൻ ഒരു KSRTC ബസ് തടഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന നിയമപരമായ പരിഗണനയും ഒരു മേയറും MLAയും ഉൾപ്പെട്ട സംഭവത്തിൽ ഉണ്ടാകുന്ന സമീപനവും ഒരുപോലെയാണോ എന്നുള്ളതാണ് ആ ചോദ്യം. ഇതാണ് അന്നും ജനങ്ങൾ ചോദിച്ചത്. സംഭവത്തിൽ ആര്യ രാജേന്ദ്രൻ തനിക്കും തൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്കും ഡ്രൈവറിൽ നിന്ന് മോശമായ പെരുമാറ്റമുണ്ടായെന്ന് ആരോപിച്ചു. അതേസമയം ഡ്രൈവർ മറുവാദവും ഉന്നയിച്ചു. പിന്നീട് ഡ്രൈവറുടെ പരാതിയിൽ കോടതി ഇടപെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം വന്നതോടെ സംഭവം കൂടുതൽ സങ്കീർണമായി. അതുകൊണ്ട് ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ എതിരാളിക്കെതിരെയുള്ള ആരോപണം മാത്രമായി കാണാൻ കഴിയില്ല. ഇത് അധികാരവും സാധാരണക്കാരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇന്ന് ആ പഴയ വിവാദങ്ങൾ മറന്നിട്ട് ആര്യ രാജേന്ദ്രനെ വീണ്ടും പാർട്ടിയുടെ വേദികളിൽ സജീവമാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ CPM ജനങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ. എന്താണ് മാറിയത്? മേയറായിരുന്ന കാലത്തെ വിവാദങ്ങൾ അവസാനിച്ചു. അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി കൊടുത്തോ? KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ മറുപടി ലഭിച്ചോ? പാർട്ടിക്ക് പ്രധാനപ്പെട്ടത് ജനങ്ങളല്ല, പാർട്ടിക്കുള്ളിലെ സ്ഥാനമാനങ്ങളാണ്. ഇതാണ് കേരളം ചോദിക്കേണ്ടത്. ഒരു നേതാവിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മുമ്പ് പാർട്ടി നോക്കേണ്ടത് അയാളുടെ പ്രായമോ സാമൂഹിക മാധ്യമങ്ങളിലെ സാന്നിധ്യമോ പ്രസംഗശേഷിയോ ഒന്നുമല്ല. ജനങ്ങൾ ആ നേതാവിനെ എങ്ങനെ കാണുന്നു എന്നുകൂടി നോക്കണം. കാരണം പാർട്ടി ഓഫീസിലെ കയ്യടി കൊണ്ട് ജനങ്ങളുടെ മനസ്സിലെ പ്രതിച്ഛായ മാറ്റാൻ കഴിയില്ല. ഇന്ന് ആര്യ രാജേന്ദ്രനെ DYFIയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർത്താൻ ശ്രമമുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയുടെ സ്ഥാനക്കയറ്റം മാത്രമല്ല, അത് CPMൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും. നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു നേതാവിനെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ പാർട്ടി എന്ത് മാതൃകയാണ് യുവാക്കൾക്ക് നൽകുന്നത്? യുവാക്കളോട് പറയേണ്ടത് ഉത്തരവാദിത്വത്തിൻ്റെ രാഷ്ട്രീയമാണോ, അതോ വിവാദങ്ങൾ എത്ര വലുതായാലും പാർട്ടി സംരക്ഷണം ഉണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വരാമെന്ന സന്ദേശമാണോ? ഇനി മറ്റൊരു കാര്യം കൂടി. ആര്യ രാജേന്ദ്രനെ ഒരു രാഷ്ട്രീയ നേതാവായി വിമർശിക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപമല്ല. ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് അവരുടെ പൊതുപ്രവർത്തനവും ഭരണകാലത്തെ തീരുമാനങ്ങളും പൊതുവാദങ്ങളും അഴിമതികളും ഒക്കെയാണ്. അതാണ് ജനാധിപത്യത്തിലെ രാഷ്ട്രീയ വിമർശനം. പക്ഷെ കഴിഞ്ഞതൊന്നും CPM മറക്കരുത്. ജനങ്ങൾ അതൊന്നും മറന്നിട്ടില്ല. തിരുവനന്തപുരം നഗരസഭയിലെ വിവാദങ്ങൾ ആളുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. KSRTC ബസ് വിവാദം ആളുകൾ ഓർക്കുന്നുണ്ട്. ഇടാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത വകയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് ആൾക്കാർ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആര്യ രാജേന്ദ്രൻ്റെ കാലത്തെ അഴിമതികളെക്കുറിച്ച് ആളുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കോടതി ഇടപെട്ട് കേസെടുത്ത സംഭവവും ആൾക്കാർ ഓർക്കുന്നുണ്ട് ഡ്രൈവറുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വീണ്ടും പാർട്ടിയുടെ മുൻനിരയിലേക്ക് വരുമ്പോൾ ആര്യ രാജേന്ദ്രനോട് മാത്രമല്ല പ്രധാനമായും ചോദ്യം CPMനോടാണ്. ഇതാണോ നിങ്ങളുടെ പുതിയ തലമുറയുടെ മാതൃക? ഇതാണോ നിങ്ങൾ കേരളത്തിലെ യുവജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ മുഖം? ജനങ്ങൾ വിമർശിച്ച ഒരു രാഷ്ട്രീയ പ്രതിച്ഛായയെ വീണ്ടും പാർട്ടി തന്നെ പുനർനിർമ്മിക്കുകയാണോ? രാഷ്ട്രീയത്തിൽ തിരിച്ചു വരുന്നതിൽ നിന്ന് ആരെയും തടയാനാവില്ല. പക്ഷേ തിരിച്ചു വരുന്ന ഓരോ നേതാവിനും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത കൂടിയുണ്ട്. ആര്യ രാജേന്ദ്രനും അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല.
പാർട്ടിക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. കാരണം പാർട്ടി വേദിയിലെ മൈക്ക് വീണ്ടും കയ്യിൽ കിട്ടുന്നത് കൊണ്ട് പഴയ വിവാദങ്ങളുടെ മൈക്ക് ഓഫാകില്ല. ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ തിരിച്ചുവരവ് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ തിരിച്ചുവരവാണോ അതോ പാർട്ടിയുടെ രാഷ്ട്രീയ പുനരധിവാസമാണോ എന്ന് ഇതാണ് ഇപ്പോൾ CPM കേരളത്തോട് മറുപടി പറയേണ്ട ചോദ്യവും. ആര്യ രാജേന്ദ്രൻ പാർട്ടിയിൽ സജീവമാകുന്നത് കൊണ്ട് പരിഹാസപാത്രങ്ങളാകാനേ ഉപകരിക്കൂ പാർട്ടിക്കും ആര്യയ്ക്കും.